RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്ന അധിക്ഷേപം. രാമകൃഷ്ണൻ കാക്കയെപ്പോലെ കറുത്തവനാണെന്നും അധിക്ഷേപം. സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും സത്യഭാമ. പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് RLV. ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. ആ പഠിച്ച സാധനമൊന്നുമല്ല പുള്ളിക്കാരൻ ഇപ്പം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം പുള്ളിക്കാരൻ മോഹിനിയാട്ടമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടല്ല, അതൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ബാക്കി പറയാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലും പെറ്റ തള്ള സഹിക്കില്ല. അത്രയ്ക്ക് ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടും. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയത്. വ്യക്തി അധിക്ഷേപം, ഒപ്പം കലാകാരന്മാരെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവരുടെ വാക്കുകൾ മാറി എന്നൊരു അനുമാനത്തിലേക്കൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം പൊതുസമൂഹവും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം ആണ്. എന്താണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടാനിടയാക്കിയ സാഹചര്യം? ഇതിന് RLV രാമകൃഷ്ണൻ നൽകിയ മറുപടി എന്താണ്? അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദപരമായ പരാമർശങ്ങൾ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഈ RLV രാമകൃഷ്ണനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ സത്യഭാമ പറഞ്ഞതെന്നാണ്. ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും, രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും, പെറ്റ അമ്മ പോലും ഇത് സഹിക്കില്ലെന്നും, അതുപോലെ സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത്. ഇത് വലിയ രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാവുന്നതും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും. നിരവധി പേരാണ് RLV രാമകൃഷ്ണനെ പിന്തുണച്ച മന്ത്രി R ബിന്ദു അടക്കമുള്ള പ്രമുഖരായ വ്യക്തികൾ നിരവധി പേരാണ് RLV രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു വിവാദത്തിന് ഇടയാക്കിയെന്ന് വേണം തന്നെ പറയാൻ. ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് RLV രാമകൃഷ്ണൻ അടക്കമുള്ള കലാകാരന്മാരുടെ ഒരു സമൂഹം പറയുന്നത്. പ്രത്യേകിച്ചും കറുത്ത വർഗ്ഗക്കാരനെ അപമാനിക്കുമ്പോൾ അതൊരു പ്രത്യേക സമൂഹത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മൊത്തമായിട്ടാണ് അപമാനിക്കുന്നത് എന്നാണ് കലാകാരന്മാരുടെ കൂട്ടം പറയുന്നത്. മാത്രമല്ല, സൗന്ദര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ് കല എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം വിവാദം, അല്ലെങ്കിൽ അതിൽ വളരെയധികം അധിക്ഷേപപരമായ പരാമർശമുണ്ട് എന്നാണ് കലാകാരന്മാരുടെ പക്ഷം. മാത്രമല്ല, സത്യഭാമ ഇത്തരത്തിൽ പറയുകയുണ്ടായി, സൗന്ദര്യമുള്ള സ്ത്രീകൾ മാത്രം ഈ മോഹിനിയാട്ടം അടക്കമുള്ള നൃത്തങ്ങൾ അത്തരത്തിലുള്ള നൃത്തങ്ങൾ അവതരിപ്പിച്ചാൽ മതി, ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ സൗന്ദര്യമില്ലാത്തവർ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിന്, ഈ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ഒരു വിവാദത്തിന് വഴിവെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്നത്. അതിൽ പ്രമുഖരുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള ആളുകൾ RLV രാമകൃഷ്ണനെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നന്ദു.